ടീച്ചറും അനിൽകുമാർ വന്നിട്ടില്ല, കാലുപാടില്ല. അന്നത്തെ പ്രധാനാധ്യാപകൻ പരേതനായ കെ തോമസിന്റെ ഭാര്യ മേരിക്കുട്ടി ടീച്ചറുടെ ഹാജർ വിളി. പഴയതുപോലെ അച്ചടക്കമുള്ള കുട്ടികളായി പ്രസന്റ് ടീച്ചർ പറഞ്ഞ് അവർ ടീച്ചറുടെ ചുറ്റും ഒത്തുകൂടി. എല്ലാവരുടെയും മനസ്സിലേക്ക് സുന്ദരമായ ആ പഴയ ഓർമ്മകൾ ഓടിയെത്തുകയായിരുന്നു. 73-74 കാലഘട്ടത്തിൽ എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂളിലെ 10 പഠിച്ച വിദ്യാർത്ഥികൾ 50 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അങ്ങനെ കൂട്ടുകൂടി. പലർക്കും കൗതുകം, സന്തോഷം, പഴയകാല ഓർമ്മകൾ പങ്കുവച്ചുള്ള കുശലം പറച്ചിൽ. ഇതിനിടെ ക്ലാസ്സിലേക്ക് ഒരാളുടെ ലേറ്റ് എൻട്രി. അങ്ങനെ ചുവരുകൾക്ക് പോലും ഒരുപാട് കഥകൾ പറയാനുള്ള ആ ക്ലാസ് മുറിയിൽ അവർ അല്പനേരം. 50 വർഷത്തിന് ശേഷം ഞങ്ങളിൽ എല്ലാവരും ചേർന്ന് ഇന്നിവിടെ 50ാമത്തെ വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ്. അതിൽ ഞങ്ങളെല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഏതാണ്ടൊരു 4-5 പേരുടെ കുറവേ ഉള്ളൂ. ഒരു 8 പേര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. ആ 8 പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്തു. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ ഇനിയും തുടരണമെന്നും അത് സ്കൂളിനും ഈ വിദ്യാർത്ഥി സമൂഹത്തിനും എങ്ങനെ ഉപകാരപ്രദമാവുന്ന വിധത്തിൽ കൊണ്ടുപോകണമെന്നുള്ളൊരു തീരുമാനത്തിൽ എടുക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് കൂടുന്നത്. ഭർത്താവ് തോമസ് മാഷിന്റെ പ്രിയ ശിഷ്യരെ കാണാനായതിൽ ടീച്ചർക്കും സന്തോഷം. ഇവരെയൊക്കെ ഇനി മറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭർത്താവ് പോയിട്ട് 25 വർഷമായി. എനിക്കിവിടെ വരാനും നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഇടവന്നതിൽ വളരെ സന്തോഷം. അന്ന് വിദ്യാർത്ഥികളായിരുന്നവർ ഇന്ന് ജോലികളിൽ നിന്നും വിരമിച്ചു. കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ചിലർ വിദേശത്ത് നിന്നും പറന്നെത്തി. അങ്ങനെ ഇന്നലകളിലെ ഓർമ്മകൾ പങ്കുവച്ച് വീണ്ടും ഒരു കണ്ടുമുട്ടൽ കൊതിച്ച് ഒടുവിലവർ പല വഴിക്ക് പിരിഞ്ഞു. ക്യാമറാമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.